ബംഗാൾ രാജ്ഭവന്റെ വാതിലുകൾ വീടുകളിൽ സുരക്ഷിതരല്ല എന്ന് തോന്നുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി തുറക്കുന്നു. സന്ദേശ് ഖാലിയിൽ പീഡനത്തിന് ഇരയായ സ്ത്രീകൾക്ക് രാജ്ഭവൻ അഭയം നൽകുമെന്ന് ഗവർണർ ശ്രീ സി.വി. ആനന്ദ് ബോസ് പറയുമ്പോൾ ഒരു രാഖിയിലൂടെ തന്നെ സഹോദരനായി സ്വീകരിച്ച അരക്ഷിതരായ സ്ത്രീ സമൂഹത്തിന് ഒരു മുതിർന്ന സഹോദരൻ ചെയ്യുന്ന കടമയാണ് അദ്ദേഹം ചെയ്യുന്നത്. നോർത്ത് 24 പർഗാനാസ് ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശമായ സന്ദേശ് ഖാലിയിൽ തങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരല്ല എന്ന് തോന്നുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി രാജ്ഭവന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നതായി പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ് ബോസ് പറഞ്ഞു. ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള പീഡനങ്ങൾക്ക് ഇരയായ സ്ത്രീകൾക്കായി രാജ്ഭവന്റെ വാതിലുകൾ തുറന്നിരിക്കുകയാണ്. അവർക്ക് താമസവും ഭക്ഷണവും സുരക്ഷയും ഞങ്ങൾ നൽകും. ബംഗാൾ ഗവർണർ ആനന്ദ് ബോസിന്റെ വാക്കുകളാണിത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു രാജ്ഭവന്റെ വാതിലുകൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വം നൽകാൻ ഇത്തരത്തിൽ തുറന്നിടുന്നത്. ഗവർണർക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരുമുണ്ട്. അതിനാൽ തന്നെ രാജ്യം സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷിതത്വം തന്നെയാണ് ഗവർണറുടെ ഈ നടപടിയിലൂടെ ബംഗാളിലെ സ്ത്രീ സമൂഹത്തിന് ലഭിക്കുക. സന്ദേശ് ഖാലി സന്ദർശനത്തിനിടെ സ്ത്രീകൾ രാഖി കെട്ടി സഹോദരനായി സ്വീകരിച്ച തനിക്ക് അവരെയും കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യത ഉണ്ട് എന്നും അതിന് തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാൻ ബലപ്രയോഗത്തിലൂടെ ഭൂമി പിടിച്ചെടുക്കുകയാണ് എന്നും സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും ആരോപിച്ച് പ്രദേശത്തെ സ്ത്രീകളാണ് പ്രതിഷേധിക്കുന്നത്. സന്ദേശ് ഖാലി വീണ്ടും സന്ദർശിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആവശ്യമെങ്കിൽ ഞാൻ വീണ്ടും സ്ഥലം സന്ദർശിക്കും. പീഡനം അനുഭവിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഇപ്പോൾ മുൻഗണനയെന്ന് ആനന്ദ് ബോസ് മറുപടി നൽകി. സന്ദേശ് ഖാലിയിലെ സ്ഥിതിഗതികൾ ഞെട്ടിക്കുന്നതും ഭയാനകവുമാണ് എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിനും അദ്ദേഹം ശുപാർശ ചെയ്തു. ബംഗാളിലെ ജനങ്ങൾക്ക് നൽകിയ 4ാം റിപ്പോർട്ടിൽ തങ്ങളുടെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം എന്ന നാട്ടുകാരുടെ ആവശ്യവും ആനന്ദ് ബോസ് എടുത്തു പറഞ്ഞു. ഭീഷണി നേരിടുന്ന സ്ത്രീകൾക്ക് രാജ്ഭവനിലെ പീസ് റൂമുമായി 03322001641 എന്ന നമ്പറിൽ വിളിച്ച് പരാതികൾ അറിയിക്കാമെന്നും രാജ്ഭവൻ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പീസ് റൂം 24 മണിക്കൂറും തുറന്നിരിക്കും. സന്ദേശ് ഖാലിയിൽ ഗുണ്ടകളുടെ പീഡനം അനുഭവിക്കുന്ന ഏതൊരാൾക്കും ഫോണിലൂടെ പരാതി നൽകാം. ഉടനെ നടപടിയുണ്ടാകും, ഗവർണർ ഉറപ്പു നൽകി. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള ആക്രമണങ്ങളിൽ അവരുടെ പ്രദേശങ്ങളിൽ ഭീഷണി നേരിട്ട വ്യക്തികൾക്കും രാജ്ഭവൻ മുമ്പ് അഭയം നൽകിയിരുന്നു എന്നതും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. നോർത്ത് 24 പർഗാനാസിൽ സന്ദേശ് ഖാലിയിലെ തൃണമൂൽ കോൺഗ്രസ് പ്രാദേശിക നേതാവായ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് വനിതകളടക്കം പ്രതിഷേധം തുടരുകയാണ്. ചൂലും മുളവടികളുമായി നൂറുകണക്കിന് സ്ത്രീകളാണ് രംഗത്തുള്ളത്. സാധാരണക്കാരുടെ ഭൂമി തട്ടിയെടുത്തതിനു പുറമെ ഷാജഹാൻ ഷെയ്ഖും അനുചരന്മാരും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. റേഷൻ കുംഭകോണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡിനെ തുടർന്ന് 1.5 മാസമായി ഒളിവിൽ കഴിയുന്ന ഷാജഹാൻ ഷെയ്ഖ് ബംഗ്ലാദേശിലേക്ക് കടന്നുവെന്നാണ് സൂചന. പട്ടികജാതിക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് പ്രദേശം സന്ദർശിച്ച ദേശീയ പട്ടികജാതി കമ്മീഷൻ രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. പ്രശ്നബാധിത പ്രദേശമായ സന്ദേശ് ഖാലി സന്ദർശിക്കുന്നതിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കളെ സർക്കാർ വിലക്കുകയാണ്. കേന്ദ്രമന്ത്രി പ്രതിമ ഭൌമിക്കിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ BJP പ്രതിനിധി സംഘത്തെ പോലീസ് ഇന്നലെ തടയുകയുണ്ടായി. തുടർന്ന് രാംപൂരിൽ കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ കുത്തിയിരിപ്പ് സമരം നടത്തി. ജില്ലാ പഞ്ചായത്ത് പരിഷത്ത് അംഗം കൂടിയായ ഷാജഹാൻ ഷെയ്ഖാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശമായ സന്ദേശ് ഖാലിയെ നിയന്ത്രിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.